ഇന്നത്തെ ടാസ്ക് അവസാനിക്കുമ്പോഴേ ഈ പ്രാവശ്യത്തെ ടാസ്ക് ഗംഭീര ടാസ്ക്കായിരുന്നു. പക്ഷേ ജിൻഡോയുടെ ഒരു പ്രകടനം മികച്ചു നിന്നു എന്ന് പറയാം. ജിൻഡോയുടെ ടീം ജയിച്ചത് കൊണ്ടല്ല, ജിൻഡോയുടെ ചില തന്ത്രങ്ങൾ ഇവിടെ വിജയിച്ചു എന്ന് നമുക്ക് ഈ ലൈവൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിന് പലപ്പോഴായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ജിൻഡോയുടെ ഏക ഉദ്ദേശം എന്ന് പറയുന്നത് നെക്സ്റ്റ് ടീമിനെ വിജയിപ്പിക്കരുത്. കാര്യം അവരിൽ ആരും ക്യാപ്റ്റനാകാൻ പാടില്ല. ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ അത് തനിക്ക് പണിയാവും. പിന്നെ ഫ്രീദൂനെയും ജാസ്മിനെയും തൻ്റെ എതിരാളിയായ ജാസ്മിൻ പവർ ടീമിലേക്ക് എത്തും എന്ന് ജിൻഡോയ്ക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ജിൻഡോ നെക്സ്റ്റ് ടീമിനെതിരെ ബാക്കിയുള്ള ടീമുകളെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ടൊരു ടൈപ്പ് ഉണ്ടാകുന്നത്. ഇന്നലെ പവർ ടീം ജിൻഡോയുടെ ആ ടൈപ്പിനെ ബ്രേക്ക് ചെയ്ത് നന്ദന ജിൻഡോയ്ക്കെതിരെ കളിച്ചു. അങ്ങനെ ജിൻഡോയുടെ ടീം ആദ്യമേ പുറത്തായി. അത് ജിൻഡോയുടെ മനസ്സിലുണ്ട് ആ ചതി. അതുകൊണ്ടാണ് ഇന്ന് ജിൻഡോയുടെ ടീം പവർ ടീമിനെ ആദ്യമേ എടുത്തങ്ങ് കളഞ്ഞു. അതിനുശേഷം ടണൽ ടീമുമായിട്ടൊരു ടൈപ്പ് ഉണ്ടാക്കി. ജിൻഡോയാണ് ഇതിലെല്ലാം മുന്നിൽ നിന്നത്. ടൈപ്പ് ഉണ്ടാക്കി പിന്നെ നെക്സ്റ്റ് ടീമിനെ പുറത്താക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ടീം ഉണ്ടെങ്കിൽ അവർ ജയിക്കും എന്ന് ടണൽ ടീമിനും അറിയാം, ജിൻഡോയുടെ ടീമിനും അറിയാം. കാര്യം അവർ 3 ആണുങ്ങൾ, പിന്നെ നമ്മുടെ ഇതിലെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് അർജുൻ്റെ നീളം ഒരു ഘടകമാണ്. എങ്ങോട്ട് വന്ന് ബോംബൊക്കെ എങ്ങോട്ട് വന്നാലും അടിച്ച് കളയുക എന്ന് പറയുന്നത് നീളം ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുപോലെ കൈക്ക് നല്ല നീളമുണ്ട്. അതൊക്കെ ഏറ്റവും നന്നായി ഈ ഗെയിമിന് വഴങ്ങുന്നത് നെക്സ്റ്റ് ടീമാണെന്ന് ജിൻഡോ മനസ്സിലാക്കുകയും, അതുപോലെ ഫിജോ ഉണ്ട്, ഗബ്രി ഉണ്ട്. അവർ 3 പേരും ചേർന്നാൽ തന്നെ ഒരു മികച്ച ടീമായിട്ട് വരും. അതുകൊണ്ടാണ് ടണൽ ടീമുമായിട്ട് സന്ധി ഉണ്ടാക്കി. പവർ ടീമിനെ അടുപ്പിച്ചതേ ഇല്ല. സന്ധി ഉണ്ടാക്കി ആദ്യമേ നെക്സ്റ്റ് ടീമിനെ പുറത്താക്കുന്നു. എന്നിട്ട് ജിൻഡോയുടെ പ്ലാൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ജയിക്കേണ്ട, ടണൽ ടീം ജയിച്ചോട്ടെ. കാരണം കഴിഞ്ഞ ദിവസം ജയിച്ചത് ടണൽ ടീമിന് 2 പോയിൻ്റ് ഉണ്ട്. ഇന്നത്തെ വിജയം കൂടെ ടണൽ ടീമിൻ്റെ കൂടെ ഇന്ന് 4 പോയിൻ്റ് ആവും. പിന്നെ അവരെ മറികടക്കുക ആർക്കും ആവില്ല. പക്ഷേ ജിൻഡോയുടെ ടീം ജയിച്ചു കഴിഞ്ഞാൽ തന്നെ 2 പോയിൻ്റേ കിട്ടത്തുള്ളൂ എന്ന് ജിൻഡയ്ക്ക് മനസ്സിലായി. പിന്നെ നാളത്തെ കളി ജയിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് വല്ല പ്രതീക്ഷയുള്ളൂ എന്ന് ജിൻഡയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അത് തന്നെയല്ല, തൻ്റെ ടീം ജയിക്കാൻ ജിൻഡോയ്ക്ക് യാതൊരുവിധ താല്പര്യമില്ല. കാരണം താൻ ക്യാപ്റ്റൻ ആവത്തില്ല എന്ന് ജിൻഡോയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം ബാക്കി ഫ്രീദു ആയാലും നമ്മുടെ ജാസ്മിനായാലും താൻ ക്യാപ്റ്റൻ ആകുന്നതിനെ എതിർക്കും. അത് 100% ഉറപ്പാണ്. പിന്നെ അവരിൽ ആരെങ്കിലും ക്യാപ്റ്റൻ ആയാലും തന്നെ പവർ ടീമിൽ കയറ്റും എന്നും ജിൻഡയ്ക്ക് ഉറപ്പില്ല. അതുകൊണ്ടാണ് തൻ്റെ ടീം ജയിച്ചാലും തോറ്റാലും വേണ്ടില്ല, ടണൽ ടീം ജയിക്കട്ടെ എന്ന് ജിൻഡോ വിചാരിച്ചത്. അത് ടണൽ ടീമിനകത്ത് നമ്മുടെ അങ്ങനെ ജിൻഡോയ്ക്ക് ശത്രുതയുള്ള ആരുമില്ല. അഭിഷേകും നമ്മുടെ നോറയും പിന്നെ ക്യാപ്റ്റൻ റസ്മിനും അതിനകത്ത് കയറി കളിച്ചു. ആളിൻ്റെ എണ്ണം കുറവായിട്ടാകാം. അപ്പം അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ. അതുകൊണ്ട് ജിൻഡോ അവരോടൊന്നും വലിയ എതിർപ്പൊന്നും പ്രകടിക്കില്ല. പക്ഷേ നെക്സ്റ്റ് ടീം എങ്ങനെയും തോക്കണം എന്നുള്ള വിചാരത്തിൽ തന്നെയാണ് ഇന്ന് തന്ത്രങ്ങളെല്ലാം കഴിഞ്ഞത്. ആ തന്ത്രം വിജയിക്കുകയും ചെയ്തു. അങ്ങനെ നാളത്തെ ടാസ്ക് അത് അപ്രസക്തമായി. കാരണം ഇനി നാളത്തെ ടാസ്ക് വേറെ ആര് ജയിച്ചാലും ഈ ടണൽ ടീമിനോടൊപ്പം എത്തുക. 4 പോയിൻ്റ് ഇപ്പം തന്നെ ഓൾറെഡി ഉണ്ട്. അതിന് മുകളിൽ കയറുക പ്രയാസമാണ്. അതുകൊണ്ട് ടണൽ ടീം ജയിച്ചു. അവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ക്യാപ്റ്റനാകുന്നത്. അവർ പറയുന്ന ഒരാളായിരിക്കും ക്യാപ്റ്റനാകുന്നത്. അതുപോലെ തന്നെ ആ ക്യാപ്റ്റനായിരിക്കും പുതിയ പവർ ടീമിനെ നിശ്ചയിക്കുന്നത്. ജിൻഡോയ്ക്ക് പ്രതീക്ഷ പവർ ടീമിലേക്ക് കയറാം എന്നുള്ള. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഭിഷേകും മുടിയനും എല്ലാം കൂടെ നേരത്തെ തീരുമാനിച്ചെടുത്ത ചില കാര്യങ്ങളുണ്ട്. നോറയെ ക്യാപ്റ്റനാക്കണം. നോറ ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ മിക്കവാറും ജിൻഡോയൊന്നും പവർ ടീമിലേക്ക് എടുക്കുക സാധ്യമല്ല. എന്നാലും എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ടീം വരുന്നതിനേക്കാൾ ജിൻഡോയ്ക്ക് ഏറ്റവും പ്രയോജനകരമാണ് ഈ ടണൽ ടീം വരുന്നത്, അഭിഷേകിൻ്റെയൊക്കെ ടീം വരുന്നത് എന്ന് തന്നെയാണ് ജിൻഡോ പ്രതീക്ഷിക്കുന്നത്. കാരണം മറ്റു ടീം വന്നാൽ ഗബ്രിയും ഫിജോയും അർജുനും ഒക്കെ തന്നെ പവർ ടീമിൽ വരും. അതുപോലെ ജാസ്മിനും ഫ്രീദുവും ഒരുപക്ഷെ പവർ ടീം വരും. അതൊക്കെ തനിക്ക് പണിയാകും എന്ന് ജിൻഡോ മനസ്സിലാക്കുകയും ജിൻഡോ അതിനനുസരിച്ച് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തു. അത് വിജയം കണ്ടതായിട്ടാണ് ഈ ടാസ്ക് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പം ജിൻഡപ്പൻ്റെ ഓരോ തന്ത്രങ്ങളെ ഒന്ന് വേറെ തന്നെയാണ് അല്ലേ.